ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. സൽമാൻ ഖാന്റെ ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ വമ്പൻ ബോളിവുഡ് ഹിന്ദി സിനിമയാണല്ലോ AR മുരുകാദോസ് സംവിധാനം ചെയ്ത സിക്കന്ദർ. ഒരു ഫാമിലി ആക്ഷൻ മാസ് മസാല എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 3 ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷനും ട്രാക്കേഴ്സ് കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 141 കോടി 15 ലക്ഷത്തിലേക്ക് വെറും 3 ദിവസങ്ങൾ കൊണ്ട് സിക്കന്ദർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 123 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിലും ഡീസന്റ് കളക്ഷൻ സിനിമ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയുടെ കൃത്യമായ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പ്രേക്ഷകരെ അറിയിച്ച 220 കോടിക്കടുത്തേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും 67 കോടി കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ സിനിമയ്ക്ക് ഇന്നലെയാണ് ഏറ്റവും കുറവ് കളക്ഷൻ വന്നിരിക്കുന്നത്. 6-ാം ദിവസം 17 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആകെ 6 ദിവസങ്ങൾ കൊണ്ട് 219 കോടി 30 ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാൻ സിനിമയുടെ മലയാള സിനിമയുടെ ഒരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 2025 വർഷം വെറും 3 ഇന്ത്യൻ സിനിമകൾ മാത്രമേ 200 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പിന്നിട്ടിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് വെങ്കടേഷ് നായകനെത്തിയ തെലുഗു സിനിമ സംക്രാന്തിക്ക് വസ്തുനം എന്ന സിനിമയുടേതാണെങ്കിൽ രണ്ടാമത്തേത് ചാവ എന്ന ബോളിവുഡ് സിനിമയുടേതാണ്. ഇപ്പോഴത്തെ 3ാമത്തെ സിനിമയാണ് എമ്പുരാൻ എന്ന സിനിമ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുന്നത്. സംക്രാന്തിക്ക് വസ്തുനം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 256 കോടിയിൽ പരം കളക്ഷൻ അടുത്ത ദിവസങ്ങളിൽ എമ്പുരാൻ മറികടക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതേസമയം ചാവയുടെ കളക്ഷൻ മറികടക്കില്ല. 800 കോടിക്കടുത്താണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ബോളിവുഡിന്റെ അഭിമാന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും ഇതുപോലുള്ള നേട്ടങ്ങളുടെ വാർത്തകൾക്കും.